ഒരുപക്ഷെ MT എന്ന വ്യക്തിയുമായി ഏറ്റവും കുറഞ്ഞ അടുപ്പം, ഏറ്റവും കുറഞ്ഞ പരിചയം, ഏറ്റവും കുറഞ്ഞ വ്യക്തിബന്ധമുള്ള കേവലം ഒരു വായനക്കാരൻ്റെ പദവി മാത്രമുള്ള ഒരാളായിരിക്കും ഇക്കൂട്ടത്തിൽ ഞാൻ. പക്ഷെ അത് വലിയൊരു യോഗ്യതയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. MTയുടെ ഒരു വായനക്കാരനായിരിക്കുക, അയാൾ ആത്മസാൽക്കരിച്ച അത്രയും MTയെ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന അഹങ്കാരത്തോടുകൂടി MTയെ ആഗിരണം ചെയ്ത് ആത്മാവിൻ്റെ ഭാഗമാക്കി മാറ്റിയ ഒരാളാണ് ഞാൻ. ഇന്നലെയാണ് MTയെ പറ്റി ഒരു കുറിപ്പ് ഓൺലൈനിൽ എഴുതിയത് വായിച്ച എൻ്റെ ഒരു കവി സുഹൃത്ത് റഫീഖ് അഹമ്മദ്. ഈ കുറിപ്പ് വായിച്ചപ്പോഴാണ് നമ്മൾ തമ്മിൽ എന്നെക്കാൾ എത്ര ചെറിയ പ്രായക്കാരനാണ് നിങ്ങളെന്ന് എനിക്ക് മനസ്സിലായത് എന്ന് എനിക്കൊരു മെസ്സേജ് അയക്കുകയുണ്ടായി. ശരിയാണ്, ഞാൻ ജനിക്കുമ്പോൾ MTക്ക് 40-ൽ പരം വയസ്സുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു 10 വയസ്സിൽ ഒരു 5ാം ക്ലാസ്സുകാരനായിരുന്നുകൊണ്ട് MTയുടെ 2ാം ഊഴം ഖണ്ഡശ കലാകൗമുദിയിൽ വായിക്കാൻ സാധിച്ചു. അന്ന് കാണുന്ന കുട്ടിയായിരുന്നുകൊണ്ട് വായിക്കുന്ന ഭീമന് ഇന്ന് കാണുന്ന ഭീമനേക്കാൾ വലിപ്പം ഉണ്ടാവും അല്ലേ? കുട്ടി കാണുന്ന ഭീമനാണ് ഭീമൻ എന്നതുപോലെ ആ നോവൽ ഖണ്ഡശ വായിച്ചുകൊണ്ടായിരുന്നു എൻ്റെ ആദ്യത്തെ MT അനുഭവം. അത് ഒരു യാദൃച്ഛികതയാണെങ്കിൽ ആ യാദൃച്ഛികതയ്ക്ക് ഞാൻ കാലത്തോട് നന്ദി പറയുന്നു. പിന്നീട് പ്രീ ഡിഗ്രി കാലത്ത് മഞ്ഞ് വായിക്കുന്നു. മഞ്ഞിൻ്റെ ശങ്കരൻ മാഷിൻ്റെ അവതാരികയോടുകൂടി വായിക്കുന്നു. എങ്ങനെയാണ് ഒരു നോവൽ, പ്രത്യേകിച്ച് ഒരു MTയുടെ ഇതുപോലൊരു നോവൽ, ഒരു ലിറിക്കൽ നോവൽ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് മനസ്സിലാവും. ഞാനിപ്പോഴും അങ്ങനെ തന്നെയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വായന സംസ്കാരം, വായനയുടെ ശിക്ഷണം, വായനയുടെ വിദ്യാഭ്യാസം എനിക്ക് കൈവന്നത് മഞ്ഞിൽ നിന്നാണ്. ഓരോ വാക്യവും ശ്രദ്ധിച്ച് എങ്ങനെ ഒരു നോവൽ എത്ര വലുതുമായിക്കൊള്ളട്ടെ വായിക്കാം. ഞാൻ ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ് വായിച്ചാലും ചില വാചകങ്ങളാണ് വായിക്കുക. ആ ശിക്ഷണം എനിക്ക് ലഭിച്ചത് MTയുടെ മഞ്ഞിൽ നിന്നാണ്. പിന്നീട് ഞാൻ ഒരു കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കാലത്താണ് 95-ൽ MTക്ക് ജ്ഞാനപീഠം കിട്ടുന്നത്. അതിനോടനുബന്ധിച്ച് പുറത്തു വന്ന മാതൃഭൂമി പ്രത്യേക ലക്കം ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു വായനക്കാരനാണ് ഞാൻ. കാരണം അതിൽ കോവിലൻ എഴുതിയിട്ടുണ്ട് MTയെ പറ്റി, മാധവിക്കുട്ടി എഴുതിയിട്ടുണ്ട്, NP മുഹമ്മദ് എഴുതിയിട്ടുണ്ട്. ഇതിൽ മാധവിക്കുട്ടിയുടെ ലേഖന ശീർഷകം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. പവിഴമല്ലിപ്പൂവിൻ്റെ ഗന്ധം എന്നായിരുന്നു 1.5 പേജുള്ള ലേഖനത്തിന്റെ തലക്കെട്ട്. ഒരേ സാഹചര്യങ്ങളിലൂടെ വളർന്ന് 2 തരത്തിൽ എഴുത്തുകാരായ തങ്ങളെ പറ്റി തന്നെയാണ്, ഒരു സഹോദരനെ പറ്റി എഴുതുന്ന പോലെയാണ് മാധവിക്കുട്ടി എഴുതിയിരുന്നത് ആ പ്രത്യേക MT ലക്കത്തിൽ. NP മുഹമ്മദിന്റെ ലേഖനത്തിന്റെ ശീർഷകവും ഓർമ്മ വരുന്നു. വാനപ്രസ്ഥത്തിലെ ഭാഷാ സൂക്ഷ്മതകളെ പറ്റിയായിരുന്നു. കസൻ സാക്കീസിൽ നിന്ന് കടമെടുത്ത ഒരു ശീർഷകമായിരുന്നു. എന്നോട് ദൈവത്തെ പറ്റി പറയൂ എന്നാവശ്യപ്പെട്ടപ്പോൾ ബദാമരം പുഷ്പിച്ചു. അപ്പോൾ പുഷ്പിക്കുന്ന ബദാമരം എന്ന അർത്ഥം വരുന്ന, ബദാമരത്തിന്റെ പുഷ്പിക്കൽ എന്നർത്ഥം വരുന്ന ഒരു തലക്കെട്ടായിരുന്നു NPയുടെ ലേഖനത്തിന്. ഒരുപക്ഷെ MTയുടെ ഭാഷയെ ഏറ്റവും കൃത്യമായ ഒരു ലെൻസിന്റെ കീഴിൽ വച്ച എന്നതുപോലെ പഠിക്കുന്ന അല്ലെങ്കിൽ പിന്നീടും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്തരം ഏറ്റവും പ്രധാനപ്പെട്ട അത്തരം പഠനങ്ങളിൽ വായനകളിൽ ഒന്നായിരുന്നു NPയുടെ ലേഖനം. MTയെ ഭാഷ കൊണ്ട് വായിക്കുക, MTയുടെ ഭാഷയിലൂടെ വായിക്കുക. ഭാഷയാണല്ലോ എല്ലാം. അത്തരത്തിലൊരു വായന അതിന് മുൻപുണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. അതിനുശേഷവും ഒരുപക്ഷെ ശങ്കരൻ മാഷിന്റെ ആ വായന, മഞ്ഞിന്റെ അവതാരിക മാറ്റി നിർത്തിയാൽ. അങ്ങനെ MT ജ്ഞാനപീഠ പുരസ്കാര ജേതാവാകുന്നു 95-ൽ. അക്കാലത്തെ വിദ്യാർത്ഥി. പിന്നീട് MTയെ കാണാൻ തുടങ്ങുന്നത് 2001 മുതലാണ്. ഈ തുഞ്ചൻ പറമ്പിലെ ചില പരിപാടികളിലേക്ക് ഒരു പ്രഭാഷകനായി, പ്രസംഗകനായി വിളിക്കപ്പെടുമ്പോൾ അപ്പോഴും MTയെ കാണാൻ പറ്റില്ല, കണ്ടാലും മിണ്ടാൻ പറ്റില്ല. MT അവിടെ ഉണ്ടെന്നറിയാം, ദൈവം ഉണ്ട് എന്ന് പറയുന്ന പോലെ MT അവിടെ ഉണ്ട് എന്നറിയാം. പക്ഷെ കാണാനോ സംസാരിക്കാനോ, കണ്ടാലും സംസാരിക്കാനോ പറ്റിയിട്ടില്ല. പിന്നീട് 2-3 വട്ടം MTയുടെ വീട്ടിൽ മറ്റുള്ള സുഹൃത്തുക്കളുടെ കൂടെ പോകാനിടയായിട്ടുണ്ട്. ആദ്യത്തെ 2 സന്ദർശനങ്ങൾ ഔദ്യോഗികമായിരുന്നു, MTയെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന കോളേജിലേക്ക് MTയെ മുൻനിർത്തി നടത്തപ്പെടുന്ന ഒരു സെമിനാറിലേക്ക് MTയെ ക്ഷണിക്കുന്നതിനായിരുന്നു. അതിനുപോലും അദ്ദേഹം അത്ര എളുപ്പമൊന്നും സമ്മതം നൽകിയില്ല എന്നാണ് എൻ്റെ ഓർമ്മ. 3/4 മണിക്കൂർ നീണ്ട ഒരു മൗനത്തിന് ശേഷം ആരോ എഴുന്നേറ്റ് കലണ്ടറിലെ ഒരു കള്ളിയിൽ ഇങ്ങനെ
പേനയുടെ മുന ഊന്നിക്കൊണ്ട് ഈ തീയതി ആയാലോ എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴും മറുപടിയൊന്നും പറഞ്ഞില്ല. നോ എന്ന് പറയാത്തത് കൊണ്ടാവാം എന്ന് നിശ്ചയിച്ച് എല്ലാവരും അവിടുന്ന് പടിയിറങ്ങി പോരുകയായിരുന്നു. ഇതിൽ മൂന്നാമത്തെ സന്ദർശനം പക്ഷേ തികച്ചും സ്വകാര്യമായിരുന്നു, അനൗപചാരികമായിരുന്നു. അദ്ദേഹത്തിന് വളരെ അടുപ്പമുള്ള മറ്റൊരു എഴുത്തുകാരനോടൊപ്പമായിരുന്നു. അന്ന് അദ്ദേഹം വളരെ തുറന്ന് പതിവിലുമേറെ വാർദ്ധക്യത്തെപ്പറ്റി, ആരോഗ്യത്തെപ്പറ്റി, വായനയെപ്പറ്റി, ആയിടെ വായിച്ച MP വീരേന്ദ്രകുമാർ എഴുതിയ വിവേകാനന്ദനെ പറ്റിയുള്ള, സ്വാമി വിവേകാനന്ദനെ പറ്റിയുള്ള തടിയൻ പുസ്തകത്തിലെ വിവരങ്ങളൊക്കെ, അതിൻ്റെ ഇത്രാമത്തെ പേജിൽ ഈ വിവരമുണ്ട് എന്ന് വരെ അദ്ദേഹം പറഞ്ഞതായി ഓർമ്മിക്കുന്നു. ആ കൂടിക്കാഴ്ചയിൽ ഏറ്റവും രസകരമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്ന ഒന്ന്, ഞാനൊരു രണ്ടാമൂഴം വായനക്കാരനായതുകൊണ്ട് അതിലെ ഒരു അച്ചടിപ്പിശക് പോലും ശ്രദ്ധിച്ച് പോകുന്ന ആളായതുകൊണ്ട് അച്ചടിപ്പിശക് എന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ വളരെ വിനീതമായി MTയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ആ വാക്യം എങ്ങനെയായിരുന്നു? സുവർണ വരണഹാരം എന്നതിന് പകരം സുവർണാവരണഹാരം എന്നാണ് അച്ചടിച്ചിരിക്കുന്നത്. ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന രണ്ടാമൂഴത്തിന്റെ പതിപ്പുകൾ, അതും ദ്രൗപദി സ്വയംവരം പോലെ നിർണായകമായ ഒരു സന്ദർഭത്തിൽ. സുവർണാവരണഹാരം എന്ന് പറഞ്ഞാൽ റോൾഡ് ഗോൾഡ് എന്നാണ് അർത്ഥം കിട്ടുക. സുവർണ വരണഹാരം എന്ന് തന്നെ അച്ചടിക്കേണ്ടിയിരുന്ന ഒരു വാക്യം അനേകം പതിപ്പുകൾ, 80ഓളം പതിപ്പുകൾ ഇറങ്ങിയ നോവലിന്റെ എല്ലാ പതിപ്പിലും അങ്ങനെ തന്നെ ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ നിസ്സംഗതയുടെ പരകോടി എന്ന് പറയാവുന്ന മട്ടിൽ MT പറഞ്ഞത് അത് മാത്രമല്ല, വേറെയും തെറ്റുകളുണ്ട് എന്നാണ്. തൻ്റെ നോവലിൽ, തൻ്റെ ആത്മപ്രജ എന്ന് പറയാവുന്ന നോവലിൽ താൻ തന്നെ ശ്രദ്ധിച്ച അച്ചടിപ്പിശകുകൾ വേറെയും ഉണ്ട്. അതിനിപ്പോൾ എന്ത് ചെയ്യാനാണ് നമ്മൾ, ഞാൻ ഈ എഴുത്തുകാരനായ ഞാനെന്ന മട്ടിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. മറ്റൊന്ന്, പ്രായത്തെ പറ്റി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചപ്പോൾ, അത് കഴിഞ്ഞ വർഷമാണെന്ന് ഓർമ്മിക്കണം, കഴിഞ്ഞതിൻ്റെ മുൻവർഷം, അതായത് നവതിയുടെ തലേ വർഷം 80 നടപ്പാണ് എന്ന് പറഞ്ഞിട്ട് അപൂർവമായ ഒരു ചിരി ചിരിച്ചു. തൻ്റെ പ്രായം ഒളിച്ചോ മറച്ചോ കുറച്ചോ വെച്ചുകൊണ്ട് ഒരു കൗശലശാലിയെ പോലെ 80 നടപ്പ് എന്ന് പറഞ്ഞാൽ 80 എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുക. ഒരുപക്ഷെ MT ഉദ്ദേശിക്കുക 80നും 90നും ഇടയിലുള്ള എല്ലാ പ്രായവും 80 നടപ്പാണ് എന്ന മട്ടിൽ പറഞ്ഞിട്ട് ഒരു ചെറിയ ചിരിച്ച MTയെ ഞാൻ ഓർമ്മിക്കുന്നു. അല്ലേ? പ്രായം കുറച്ച് പറയാനാണ് ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുക. MTയെ പോലൊരാൾ ഉൾപ്പെടെയെന്ന് അന്ന് ആ സന്ദർഭം എനിക്ക് മനസ്സിലാക്കി തന്നു. പിന്നെ മറ്റൊന്ന്, ഈ നവതിക്ക് ഒരു പ്രത്യേക പതിപ്പ്, MT പതിപ്പ് ഇറങ്ങിയിരുന്നല്ലോ, മാതൃഭൂമി വീക്കിലിയുടെ. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരുപാട് എഴുത്തുകാരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനോട് വളരെ കാര്യമായിട്ട് ആഴ്ചകളെടുത്ത് എഴുതിയ ലേഖനമാണ്. ഓരോ പാരഗ്രാഫായിട്ട് ഓരോ ദിവസം എഴുതി വലുതാക്കിയ ലേഖനമാണ്. MTയുടെ കവിതയെപ്പറ്റി, MTയുടെ എഴുത്തിലെ കവിതയെപ്പറ്റി, ഇക്താരയും ഉരുളക്കിഴങ്ങും എന്ന പേരിൽ. ഇത് MT വായിച്ചോ, ആസ്വദിച്ചോ, ശ്രദ്ധിക്കുക, കാണുക എങ്കിലും ചെയ്തോ എന്നറിയാനുള്ളൊരു കൗതുകം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. എനിക്കായി നേരിട്ടതറിയാൻ യാതൊരു മാർഗവുമില്ല. അതിനായിട്ട് ഞാൻ ആശ്രയിച്ചത് MTയുടെ അടുത്ത ആളായ KS വെങ്കിടാചലം എന്ന സ്വാമിയോട് ഞാൻ വിളിച്ചു ചോദിച്ചു, എനിക്കിതൊന്ന് അറിയണമല്ലോ സ്വാമി, അറിയാതെ ഒരു പൊറുതി കേട് അറിയാത്തതിനാൽ എന്താ ചെയ്യുക? അപ്പോൾ സ്വാമി പറഞ്ഞു, എൻ്റെ എല്ലാ ആഗ്രഹവും സാധിച്ചു തരാൻ സന്നദ്ധനായ സ്വാമി പറഞ്ഞു. ഒരിക്കൽ MTയോടൊപ്പം ഒരു ഫോട്ടോ എടുത്തു തന്നത് സ്വാമിയാണ്. അന്നും MT ചിരിച്ചു. ആ നിമിഷത്തിൽ ഒന്നും മിണ്ടിയില്ല, പക്ഷെ ചിരിച്ചു. തുഞ്ചൻപറമ്പിൽ വെച്ച് എന്നതും സ്വാമിയോട് എനിക്ക് വലിയ കടപ്പാടുള്ള. ആ ഫോട്ടോ എടുത്തു തന്ന ആളാണ് ഇപ്പോൾ ഇവിടെ സംസാരിച്ചിട്ട് സ്ഥലം വിട്ട KS ശ്രീകുമാർ. സ്വാമിയുടെ ഉത്സാഹത്തിലാണ് ഫോട്ടോ എടുത്തത്. ഞാൻ അങ്ങോട്ട് കടന്നു ചെല്ലുന്ന, എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു കൂടെ. ഞങ്ങൾ അങ്ങോട്ട് കടന്നതേ, ആ കവാടം കടന്നതേ അവിടെ ഒരു മരച്ചോട്ടിൽ MT ഉണ്ടായിരുന്നു. സ്വാമി വിശേഷം ചോദിക്കുന്നതിന് മുൻപ് തന്നെ നമുക്കൊരു ഫോട്ടോ എടുക്കാം എന്ന് പറഞ്ഞ് MTയുടെ അരികിൽ എന്നെ ഇരുത്തി. ഞാൻ ഇരുന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. കസേരയിൽ ഇരിക്കുന്ന പോലെ ഇരുന്നുവെങ്കിലും ഇരുന്നിട്ടില്ല എന്നതാണ് സത്യം. ആ നിമിഷത്തിൽ MT ഒന്ന് പുഞ്ചിരിച്ചിരുന്നു. ആ പുഞ്ചിരിയുടെ അർത്ഥം ഒരു നിത്യ നിഗൂഢതയായി ഇനി ശേഷിക്കുകയുള്ളൂ. അങ്ങനെ അപ്പൊ സ്വാമി പറഞ്ഞു, MT ഫ്ലാറ്റിൽ വരും വൈകുന്നേരം. അപ്പോൾ ഞാൻ ഈ വീക്കിൽ ഇങ്ങനെ ടീപ്പോയിൽ വെക്കും, എന്നിട്ട് MT അത് മറിച്ച് നോക്കുന്നത് മാറി നിന്ന് നോക്കാം, എന്നിട്ട് ഞാൻ പറയാം. ഇതുപോലെ തന്നെ സ്വാമി ചെയ്യുകയും MT മറിക്കുകയും എൻ്റെ ലേഖനമുള്ള പേജിൽ എത്തുകയും അപ്പോൾ ആ മുഖം ഒന്ന് പ്രകാശിച്ചു എന്നാണ് സ്വാമി എന്നോട് പറഞ്ഞത്. ആ പ്രകാശമാണ് എൻ്റെ MT ഓർമ്മകളിൽ ഏറ്റവും തിളക്കമുള്ള ഒരു നിമിഷം. അതിനു മുൻപ് മടപ്പള്ളി കോളേജിൽ വന്നപ്പോൾ രണ്ടാമൂഴത്തിൻ്റെ 30ാം വർഷം പ്രമാണിച്ച് എഴുതിയ ഒരു ലേഖനത്തിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് ഞാൻ കൈവശം കൊടുത്തിരുന്നു. വലിയ ആൾക്കൂട്ടമാണ്. ഇപ്പോൾ MT എപ്പോഴും മുണ്ടിങ്ങനെ കൂട്ടി പിടിക്കുമല്ലോ, ആ കൂട്ടത്തിൽ ഇതും കളയാതെ പിടിച്ചിരുന്നു എന്നതാണ് മറ്റൊരു ഓർമ്മ.
ഇതിൽ കൂടുതലൊന്നും ആ മഹാസാഹിത്യകാരനെ പറ്റി പറയാനില്ല. നമുക്ക് ഫെമിനിസ്റ്റുകളായി നിന്നുകൊണ്ടും ദളിതുവാദികളായി നിന്നുകൊണ്ടും ഇസ്ലാമിസ്റ്റുകളായി നിന്നുകൊണ്ടും ഹിന്ദുത്വവാദികളായി നിന്നുകൊണ്ടും എം ടിയോട് വിയോജിക്കാം. അതുകൊണ്ടൊരു കാര്യവുമില്ല എന്ന് മാത്രം. ഹിമാലയത്തിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടുന്നത് പോലെ അതെല്ലാം വരൂ. എം ടിക്ക് മുൻപ് 2.5 മാസം മുൻപാണ് അന്റോണിയോ സ്കാർമേദ എന്ന ചിലിയൻ നോവലിസ്റ്റ് അന്തരിച്ചത്. എന്താണ് സ്കാർമേദയുടെ പ്രാധാന്യം എന്നാണെങ്കിൽ ദ പോസ്റ്റ്മാൻ എന്ന പേരിൽ ലോകപ്രസിദ്ധമായ ഒരു നോവലിൻ്റെ കർത്താവാണ് സ്കാർമേദ. ആ നോവലിന് അടുത്ത വർഷം 40 വർഷം തികയുകയും ചെയ്യും. ഈ നോവൽ എന്ന് പറയുന്നത് കവിയായ പാബ്ലോ നെരൂദയും ഒരു പോസ്റ്റ്മാനും തമ്മിലുള്ള ഗാഠമായ ആത്മബന്ധത്തിൻ്റെ കഥയാണ്. ഈ പോസ്റ്റ്മാനായി നെരൂദയുടെ വീട്ടിലെത്തുന്നു. നെരൂദയുടെ മാത്രം പോസ്റ്റ്മാനാണ്, കാരണം ഐലാനഗ്ര എന്ന സ്ഥലത്ത് വേറെ ആർക്കും എഴുതാനും വായിക്കാനും അറിയില്ല. അപ്പൊ കത്ത് വരുന്നത് അത്രയും നെരൂദയ്ക്കാണ്. ആദ്യം നെരൂദയുടെ ചില പുസ്തകങ്ങൾ ഓട്ടോഗ്രാഫ് ചെയ്ത് വാങ്ങാൻ ഈ പോസ്റ്റ്മാൻ നെരൂദയെ സമീപിക്കുന്നു. പിന്നീട് നെരൂദയോടൊരു വലിയ ആവശ്യം ഉന്നയിക്കുന്നു, എനിക്ക് കവിത എഴുതണം, എങ്ങനെയാണ് കവിത എഴുതുന്നതെന്ന് എനിക്ക് പറഞ്ഞു തരണം. അപ്പൊ നെരൂദ പറഞ്ഞു, അതിന് മെറ്റഫറുകൾ ഉപയോഗിക്കാൻ പഠിക്കണം. എന്താ മെറ്റഫർ അറിയില്ല. അപ്പൊ നെരൂദ പറയും, ആകാശം കരയുന്നു, എന്താ മനസ്സിലായത്? മഴ പെയ്യുന്നു. ഇതാണ് മെറ്റഫറിന്റെ ഭാഷ. ഇങ്ങനെ മെറ്റഫറുകളുടെ ഭാഷ പഠിക്കുന്ന മരിയോ എന്ന പോസ്റ്റ്മാൻ ബിയാട്രീസ് എന്ന ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാകുന്നു. നെരൂദയുടെ കവിതകൾ അനുകരിച്ചും കോപ്പിയടിച്ചും അപഹരിച്ചും അവൾക്ക് കത്തുകളുടെ രൂപത്തിൽ നൽകിയും അവളെ ചൊല്ലി കേൾപ്പിച്ചും അവളെ അവസാനം മരിയോ വിവാഹം കഴിക്കുന്നു. ഇവർ തമ്മിലുള്ള ഒരു അവസാന രംഗമുണ്ട്. ചിലിയിൽ നിന്ന് ഫ്രാൻസിലെ ചിലിയൻ അംബാസഡറായി പോയ നെരൂദ രോഗബാധിതനായി വീണ്ടും ഐലാനഗ്ര എന്ന ജന്മനാട്ടിലേക്ക് മടങ്ങി വരുന്നു. അപ്പോഴേക്കും വലിയൊരു ഭരണ അട്ടിമറിയുടെ ഫലമായി നെരൂദയുടെ സുഹൃത്തായിരുന്ന അലന്റെ അധികാരം ഭ്രഷ്ടനാകുകയും ചില സ്വേച്ഛാധിപത്യ ശക്തികൾ ചിലിയുടെ ഭരണം കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ രോഗിയായ നെരൂദയുടെ വീടിന് ചുറ്റും പട്ടാളക്കാരെ വിന്യസിച്ചിട്ടുണ്ട് ഭരണകൂടം, പുതിയ വലതുപക്ഷ ഭരണകൂടം. മരിയോയ്ക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റുന്നില്ല, പട്ടാളക്കാരാണ് ചുറ്റും. അപ്പോൾ വീടിന്റെ പിൻവാതിലിലൂടെ ഭാര്യ മെറ്റിൽഡയുടെ മൗനാനുമതിയോടുകൂടി നെരൂദയുടെ മുറിയിലേക്ക് ചെല്ലുന്നു. രോഗിയായ നെരൂദയെ കാണുകയാണ് മരിയോയുടെ കുട്ടിയുടെ വളർത്തച്ഛനാണ്, തലതൊട്ടപ്പനാണ് നെരൂദ. ഒരു കവി തൻ്റെ കുട്ടിയുടെ തലതൊട്ടപ്പനായിരിക്കുക എന്നുള്ള വലിയ ബഹുമതിക്ക് അർഹനാണ് മരിയോ. ഇപ്പൊ നെരൂദ വളരെ നിസ്സംഗനായി പറയുന്നു, ഐ ആം ഡൈയിങ്, ഞാൻ നിനക്ക് കാണാവുന്ന പോലെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമൊക്കെ മരിയോ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഈ പോസ്റ്റ്മാൻ പിന്നീട് അയാളെ നെരൂദ സംബോധന ചെയ്യാൻ മൈ സൺ എന്നാണ്. അത്ര ഗാഠമായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഈ അവസാനത്തെ കൂടിക്കാഴ്ചയിൽ നെരൂദ പറയും, നീ എന്നോടൊരു മെറ്റഫർ പറയൂ, കാരണം മെറ്റഫറുകളുടെ വിദ്യാഭ്യാസമാണല്ലോ, വിനിമയമാണല്ലോ ഇവർക്കിടയിൽ അക്കാലം അത്രയും നടന്നിട്ടുള്ളത്. അപ്പോൾ മരിയോ പറയും, വയ്യ, ഈ സന്ദർഭത്തിൽ വയ്യ, എനിക്കൊന്നും തോന്നുന്നില്ല. അങ്ങനെയെങ്കിൽ നീ എന്നെ ജനലിന്റെ അരികിൽ കൊണ്ടുപോയി കടൽ കാണിക്കണം, അവസാനമായി ഞാൻ പുറത്തെ കടലൊന്ന് കാണട്ടെ, ഐലാനഗ്രോയിലെ കടൽ കാണട്ടെ. അപ്പൊ പറയും, വയ്യല്ലോ, അതൊക്കെ അങ്ങയുടെ ആരോഗ്യത്തെ കൂടുതൽ മോശമാക്കുകയല്ലേ ഉള്ളൂ. അപ്പൊ നെരൂദ പറയുന്ന ഒരു വാക്യമുണ്ട്, നിന്നെ പ്രണയിപ്പിച്ചത്, നിനക്ക് വിവാഹം കഴിപ്പിച്ചു തന്നത്, ആ പെണ്ണിനെ നിനക്ക് വേണ്ടി നേടിത്തന്നത് ഞാൻ എൻ്റെ പേനയുടെ വിയർപ്പ് കൊണ്ടാണ്, സ്വെറ്റ് ഓഫ് മൈ പെൻ. ആ ഞാനാണ് പറയുന്നത്, നിന്റെ കുട്ടിയുടെ തലതൊട്ടപ്പനാണ് പറയുന്നത്, എന്നെ ജനലരികിൽ കൊണ്ടുപോയി കടൽ കാണിക്കൂ. അങ്ങനെ മരിയോ നെരൂദയെ അവസാനമായി കടൽ കാണിച്ചു. അന്നേരം വന്ന ആംബുലൻസിൽ അദ്ദേഹം സാന്റിയാഗോയിലെ ആശുപത്രിയിലേക്ക് നീക്കം ചെയ്യപ്പെട്ടു. അടുത്ത ദിനം തന്നെ അവിടെ നിന്ന് മരിച്ചു. നെരൂദയോടുള്ള അടുപ്പത്തെ മുൻനിർത്തി മരിയോ അറസ്റ്റ് ചെയ്തോ ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടിയോ പട്ടാള ഭരണകൂടത്തിന് കീഴിലുള്ള കാരാഗ്രഹത്തിലേക്ക് നീക്കം ചെയ്യപ്പെട്ടു. പിന്നീട് ഒരിക്കലും മരിയോ ലോകം കണ്ടിട്ടില്ല. ആ നോവലിലെ അവസാന വാക്യം തന്നെ ഇങ്ങനെയാണ്, ഐ വിൽ ഡ്രിങ്ക് ഇറ്റ് ബിറ്റർ എന്നാണ്. കഥ പറയുന്ന ആൾക്ക് മറ്റൊരു സുഹൃത്ത് കാപ്പിയിലോ ചായയിലോ ചേർക്കാനുള്ള പഞ്ചസാര നീട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടിയാണതെങ്കിലും വലിയ ധ്വനികളുള്ള ഒരു വാക്യമാണ്, ഐ വിൽ ഡ്രിങ്ക് ഇറ്റ് ബിറ്റർ, ഞാനിത് കയ്പോടുകൂടി തന്നെ കുടിക്കാം. ഇങ്ങനെ എം ടിയുടെ നിര്യാണത്തെ അതിൻ്റെ എല്ലാ കൂടിയും കുടിച്ച മലയാളികളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉണ്ട്. അവരോടൊപ്പം ഞാനും പങ്കുചേരുന്നു. ഈ മരിയോയുടെ കഥ, പോസ്റ്റ്മാന്റെ കഥ ഞാനിവിടെ വിസ്തരിച്ച് ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ മാത്രം വിവരിക്കാനാകുന്നതാണ് എം ടിയും വായനക്കാരും തമ്മിലുള്ള ബന്ധം എന്നതുകൊണ്ടാണ്.
എം ടി ആണ് നമ്മളെ രൂപകങ്ങളുടെ കല അഭ്യസിപ്പിച്ചത്. എം ടി ആണ് നമ്മെ നല്ല മലയാളത്തിൻ്റെ സൗന്ദര്യം എന്താ എന്ന് കാട്ടിത്തന്നത്. ലളിതമായ അതിലളിതമായ വാക്യങ്ങൾ കൊണ്ട്. എം ടിയുടെ കഥകളുടെ അല്ലെങ്കിൽ നോവലുകളുടെ ആദ്യ വാക്യങ്ങൾ മാത്രം നോക്കിയാൽ അത് ബോധ്യപ്പെടും. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അല്ലെ, കടലിന് കറുത്ത നിറമായിരുന്നു എന്നതുപോലെ വായിക്കാൻ ഒന്നുമില്ല എന്നതുപോലുള്ള ലളിത വാക്യങ്ങളെ തൻ്റെ കൃതിയിലേക്കുള്ള താക്കോൽ വാക്യങ്ങളാക്കി മാറ്റിയ വലിയ എഴുത്തുകാരന് പ്രണാമം.